അപ്പം അങ്ങനെ ഇപ്പം എന്തായി? സത്യവതിയിൽ ശന്തനുവിനുണ്ടായ 2 മക്കൾ, ചിത്രാംഗതം, വിചിത്രവീര്യം. അത് ചിത്രാംഗതൻ രണ്ടാളും മരിച്ചു. ചിത്രാംഗതൻ യുദ്ധത്തിൽ മരിച്ചു, വിചിത്രവീര്യം ഭോഗം കൊണ്ട് മരിച്ചു. വിചിത്രവീര്യൻ്റെ ഭാര്യമാരായിട്ട് ഭീഷ്മർ പിടിച്ചു കൊണ്ടുവന്ന കാശിരാജാവിൻ്റെ മക്കൾ അംബിക, അംബാലിക മക്കളില്ല. ആ വംശത്തിൽ, ഭൂരിവംശത്തിൽ ഇപ്പം മക്കളില്ല, സന്താനങ്ങളില്ല രാജ്യം ഭരിക്കാൻ. അപ്പോഴാണ് സത്യവതി ഭീഷ്മരോട് പറയുന്നത്. എന്ത്? ഭീഷ്മരാരാണ്? ശന്തനുവിന് ഗംഗയിലുണ്ടായ മകനാണ്. മറ്റേ ശന്തനുവിന് തന്നെ സത്യവതിയിലുണ്ടായ മക്കളാണ് ചിത്രാംഗതനും വിചിത്രവീര്യനും. അപ്പോൾ ശരിക്കും ഭീഷ്മരുടെ അനിയന്മാരാണ് ഈ ചിത്രാംഗതനും വിചിത്രവീര്യനും. അവരുടെ ഭാര്യമാർക്ക് മക്കളില്ല. അത് പഴയ കണക്കനുസരിച്ച് അനുജൻ മക്കളില്ലാതെ മരിച്ചു പോയാൽ അനുജൻ്റെ ഭാര്യയിൽ ജ്യേഷ്ഠന് സന്താനോൽപാദനം നടത്താം എന്ന് പഴയ കാലത്ത് വിധിയുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനൊന്നും ഇല്ലല്ലോ പഴയ കാലത്ത്. അപ്പോൾ സത്യവതി പറഞ്ഞു, നിനക്ക് ധർമ്മമൊക്കെ അറിയാലോ ഭീഷ്മ, നമുക്കിവിടെ സന്താനങ്ങളില്ല. അച്ഛൻ വഴിക്ക് നിൻ്റെ അനുജന്മാരാണല്ലോ ചിത്രാംഗതനും വിചിത്രവീര്യനും. അമ്മയല്ലേ മാറ്റുള്ളൂ. ഭീഷ്മൻ്റെ അച്ഛൻ ശന്തനു, മറ്റൊരു അച്ഛനും ശന്തനു, അമ്മ ഭീഷ്മൻ്റെ അമ്മ ഗംഗാദേവി, മറ്റൊരമ്മ സത്യവതി, ഇത്രയും മാറ്റുള്ളൂ. അപ്പോൾ ശാസ്ത്രം അനുസരിച്ച് നീ ഒരു കാര്യം ചെയ്യൂ, ഇവരിൽ സന്താനോൽപാദനം നടത്തൂ, അല്ലെങ്കിൽ രാജ്യം അനാഥവും എന്ന് സത്യവതി പറഞ്ഞു. അമ്മേ എൻ്റെ ശപഥം അമ്മയും കൂടി കേട്ടതല്ലേ? അമ്മയുടെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ 2 ശപഥം ചെയ്തത് അമ്മ കേട്ടതല്ലേ? അതെ, ശപഥം ഞാൻ കേട്ടിട്ടുണ്ട്. നീ രാജ്യം ഉപേക്ഷിച്ചു, വിവാഹവും ഉപേക്ഷിച്ചു. പക്ഷേ അത് അന്നത്തെ സാഹചര്യത്തിൽ ചെയ്തതല്ലേ? അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ നേതാക്കന്മാർ പറയണേ, ഒരു സാഹചര്യത്തിൽ ചെയ്തതല്ലേ, അടുത്ത സാഹചര്യം വരുമ്പോൾ അത് മാറും. ഒരാൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നു, അയാൾ ഏത് സാഹചര്യത്തിൽ വന്നാലും നല്ലതാ. ഒരാൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയി, അയാൾ ഏത് സാഹചര്യത്തിൽ പോയാലും പൊട്ടയാ. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ചാണല്ലോ കാര്യങ്ങൾ നടക്കുക, സാഹചര്യത്തിനനുസരിച്ചാണല്ലോ നയങ്ങൾ ഉണ്ടാവുക. ഇത് കണ്ടുകൊണ്ട് അപ്പോൾ സത്യവതി പറഞ്ഞു, അതെ, നീ അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ശപഥം ചെയ്തു, അതിപ്പോൾ കണക്കാക്കില്ല. അപ്പോൾ സാഹചര്യം മാറിയില്ലേ? എന്തായാലും നിൻ്റെ അനുജന്മാരുടെ ഭാര്യമാരിൽ സന്താനങ്ങളെ ഉണ്ടാക്കൂ, അല്ലെങ്കിൽ രാജ്യം. അമ്മ ഒരു കാര്യം മനസ്സിലാക്കിയുള്ളൂ, ഭീഷ്മൻ്റെ വാക്ക് മാറില്ല. അതെ, ഞാൻ വേണമെങ്കിൽ 3 ലോകങ്ങൾ ഉപേക്ഷിക്കാം, ദേവലോകം ഉപേക്ഷിക്കാം, പിന്നെ വല്ല ലോകം ഉണ്ടെങ്കിൽ അതും ഉപേക്ഷിക്കാം. പക്ഷേ എൻ്റെ വാക്ക് ഞാൻ ഉപേക്ഷിക്കില്ല. ഭൂമി അതിൻ്റെ ഗന്ധം കൈവിട്ടേക്കാം, അതെ, ജലം അതിൻ്റെ രസം കൈവിട്ടേക്കാം, രൂപം തേജസ്സിനെ ഉപേക്ഷിച്ചേക്കാം, വായു അതിൻ്റെ സ്പർശം കൈവിട്ടേക്കാം, സൂര്യൻ അതിൻ്റെ ശോഭ കൈവിട്ടേക്കാം, ചന്ദ്രൻ അതിൻ്റെ ശീതം ഉപേക്ഷിച്ചേക്കാം, അഗ്നി അതിൻ്റെ ചൂട് ഉപേക്ഷിച്ചേക്കാം, യമൻ തൻ്റെ ധർമ്മം ഉപേക്ഷിച്ചേക്കാം, ഇന്ദ്രൻ തൻ്റെ വീര്യം ഉപേക്ഷിച്ചേക്കാം. പക്ഷേ ഭീഷ്മൻ സത്യം ഉപേക്ഷിക്കില്ല. ഞാൻ പ്രതിജ്ഞയിൽ നിന്ന് അണുവിട വ്യതിചലിക്കില്ല. അത് അമ്മ മോഹിക്കണ്ട എന്ന് അദ്ദേഹം സത്യവതിയോട് ഓപ്പണായിട്ടാണ് പറഞ്ഞു. അപ്പോൾ പിന്നെന്താ വഴി? പിന്നത്തെ വഴി ഞാൻ പറഞ്ഞുതരാം അമ്മേ എന്ന് ഭീഷ്മൻ. എന്തെങ്കിലും സന്താനങ്ങൾ ഉണ്ടാവണല്ലോ, അദ്ദേഹം സന്താനത്തെ ഉണ്ടാക്കില്ല എന്നേ ഉള്ളൂ. അതിന് മറ്റോൻ്റെ ശാപമാണ്, ആരുടെ? വസിഷ്ഠൻ്റെ ശാപമുണ്ട്. എൻ്റെ പശുവിനെ ദ്യോവണ് ഭീഷ്മരെ, അതെ, അഷ്ടവസുക്കളിൽ അവൻ ഭാര്യയുടെ വാക്ക് കേട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയത് കൊണ്ട് അവന് ഭൂമിയിൽ സ്ത്രീ സുഖം അനുഭവിക്കാൻ പറ്റില്ല എന്ന് വസിഷ്ഠ ശപിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രേരണയായിട്ട് ഭീഷ്മർ ഇതൊക്കെ പറയണേ. അതവിടെ നിൽക്കട്ടെ, അതിൻ്റെ ദൈവിക കാരണം. ചെയ്യില്ല ഞാൻ, അത് അമ്മ നോക്കണ്ടെന്ന് പറയും. പിന്നെ എന്താ, ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. പണ്ട് പരശുരാമൻ കാർത്തവീര്യാർജുനൻ എന്ന് വെച്ചിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു. അയാൾക്ക് 1000 കൈയുണ്ട്. രാജാവ് കാർത്തവീര്യാർജുനൻ ക്ഷത്രിയനാ. കാർത്തവീര്യാർജുനൻ എന്ന് പറയുന്ന രാജാവ് പരശുരാമൻ്റെ അച്ഛനെ ഉണ്ടാക്കി, ജമദഗ്നിയെ. അപ്പോൾ പരശുരാമൻ എന്ത് ചെയ്തു വെച്ചാൽ 1000 കൈകൾ അരിഞ്ഞു. ആരുടെ? പരശുച്ച മഴ കൊണ്ട് 1000 കൈകൾ കാർത്തവീര്യാർജുനൻ്റെ അരിഞ്ഞിട്ട് ആ കോപം, അതുകൊണ്ടും തൻ്റെ കോപം തീരാതെ പരശുരാമൻ 37 വട്ടം 21 വട്ടം ഭൂമി മുഴുവൻ സഞ്ചരിച്ച് ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നുകളഞ്ഞു. അപ്പോൾ ഭൂമിയിൽ ക്ഷത്രിയന്മാർ, പുരുഷന്മാരില്ലാണ്ടായി. ക്ഷത്രിയ സ്ത്രീകളുണ്ട്, അവർക്ക് മക്കളും ഇല്ല. അപ്പോൾ ആ ക്ഷത്രിയ സ്ത്രീകൾ എന്ത് ചെയ്തു? ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി സന്താനങ്ങളെ ഉണ്ടാക്കി. അതവർ കാമം കൊണ്ട് ചെയ്തതല്ല എന്നാണ് ഭീഷ്മർ പറഞ്ഞത്. മക്കളുണ്ടായില്ലെങ്കിൽ രാജ്യം നിലനിൽക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെ ആപത്തിൽ യോഗ്യന്മാരായ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി ക്ഷത്രിയ സ്ത്രീകൾ പരശുരാമൻ ഇങ്ങനെ ചെയ്തപ്പോൾ സന്താനത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് വേറെയും ഭാരതകഥയായിട്ട് ബന്ധമുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം, അത് എവിടെയെങ്കിലും പറയാം, വഴിയെ പറയാം. അപ്പോൾ പിന്നെ ഒരു കഥയും കൂടി ഭീഷ്മർ പറഞ്ഞു. ഞാൻ ദീർഘതമസ് എന്ന് പറയുന്ന ഒരു മുനിയുടെ കഥ പറയാം. ഈ ദീർഘതമസ് എന്ന് പറയുന്നത് ഉതഥ്യൻ എന്ന് പറയുന്ന ഒരു മുനിയുടെ മകന. ഉതഥ്യൻ്റെ ഭാര്യ മമത ബാനർജി അല്ല കേട്ടോ, തൃണമൂൽ കോൺഗ്രസ് കൽക്കട്ട മുഖ്യമന്ത്രി മമത ബാനർജി അല്ല, ഉതഥ്യൻ്റെ ഭാര്യ ഒരു മമത. ഈ മമത ഗർഭിണിയായിരിക്കുന്ന സമയത്തെങ്കിൽ ഉതഥ്യൻ്റെ അനുജനാണ് ദേവഗുരു ബൃഹസ്പതി. ഉതഥ്യൻ്റെ അനുജൻ ദേവഗുരു ബൃഹസ്പതി. അദ്ദേഹം ദേവഗുരുവാണ്, വേദം പഠിച്ചവനാണ്, അമൃതുണ്ടവനാണ് അദ്ദേഹം. ഉതഥ്യൻ തൻ്റെ ജ്യേഷ്ഠൻ ഉതഥ്യൻ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്ത് പതുക്കെ പരിങ്ങി മമതയുടെ അടുത്ത് വന്നു. ജ്യേഷ്ഠൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഒന്ന് ശൃംഗരിക്കണം, കയറി പിടിക്കാൻ പുറപ്പെടും. അയ്യോ എന്താ നീ ഈ കാണിക്കണേ ബൃഹസ്പതി, ഞാൻ നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ, നീ ഇത് ചെയ്യാൻ പെടും. മാത്രമല്ല നിൻ്റെ ചേട്ടൻ്റെ കുട്ടി എൻ്റെ വയറ്റിലിരുന്ന് വേദം ചെല്ലുക, കേട്ടൂടെ, വേദം എങ്ങനെ ചെല്ലുക അത്ര കുട്ടി വയറ്റിലിരുന്നിട്ട്, അത് നീ ചെയ്യാൻ പാടില്ല. എന്താ ചേട്ടൻ കൊണ്ട് ഈ മമതേനെ നമ്മുടെ ഈ ബൃഹസ്പതി കെട്ടിപ്പിടിച്ചപ്പോൾ ചെക്കൻ കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് പറയുക, അല്ലയോ അച്ഛാ അങ്ങത് ചെയ്യരുത്, ഗർഭപാത്രം എനിക്കുള്ളതാണ്, ഇവിടെ 2 കുട്ടികൾക്ക് സ്ഥാനമില്ല, അങ്ങയുടെ വീര്യം അങ്ങയുടെ ശുക്ലത്തിന് ശക്തിയുണ്ട്, അതിന് വന്നവിടെ 2ാമത്തെ കുട്ടിയുണ്ട്, ഗർഭപാത്രത്തിൽ 2 ആൾക്ക് സ്ഥാനമില്ല, അതുകൊണ്ട് അങ്ങ് അമ്മയെ ഉപദ്രവിക്കരുത്, വിടൂ. ഇത് വകവയ്ക്കാതെ ബലാത്കാരം ചെയ്യുകയും തൻ്റെ ബീജം ഈ മമതയുടെ ഗർഭപാത്രത്തിലേക്ക് ബലമായിട്ട് അങ്ങോട്ട് നിക്ഷേപിച്ചു. ആരെ? ബൃഹസ്പതി. അപ്പോൾ ഈ ബീജം മരണം കണ്ടിട്ട് അവിടെ ഇരുന്ന് വേദനയിലിരുന്ന കുട്ടി തൻ്റെ കുഞ്ഞിക്കാലുകൊണ്ട് ഈ ബീജം ചവിട്ടി പുറത്തേക്ക്, അതല്ലേ ബീജം നിലത്ത് വീണു, ബൃഹസ്പതിയുടെ ശുക്ലം നിലത്ത് വീണു. അപ്പോൾ ബൃഹസ്പതി ശപിച്ചു. എല്ലാ ജീവികൾക്കും ആനന്ദം നൽകുന്നതാണ് ഈ ഏർപ്പാട്. ആ സമയത്ത് നീ ഇങ്ങനെ പ്രവർത്തിച്ചതിനാൽ നീ ദീർഘതമസ് ആയി പോകട്ടെ, എന്ന് വെച്ചാൽ അന്ധനായി പോകട്ടെ എന്ന് ശപിച്ചു. അന്ധനായിട്ട് തന്നെ കുട്ടി ജനിച്ചു. പക്ഷെ അന്ധനാണെങ്കിലും അയാൾ ജനിക്കും മുമ്പ് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് വേദാംഗങ്ങളൊക്കെ ചെല്ലിയാളാ. അതിബുദ്ധിമാന കുട്ടി പഠിച്ചു. ഉതഥ്യൻ്റെ മകനാണ്, ബൃഹസ്പതി അച്ഛൻ്റെ ചെറിയച്ഛനാണ് ശപിച്ചത്. അതിബുദ്ധിമാനായി പഠിച്ചു. അദ്ദേഹം പ്രായമായിപ്പോൾ യഥാകാലം പ്രദ്വേഷി ഒരാളെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിൽ ഗൗതമൻ തുടങ്ങിയിട്ട് ചില സന്താനങ്ങളും ഉണ്ടായി. അപ്പോൾ ഈ പ്രദ്വേഷി വിവാഹം കഴിച്ചതിന് ശേഷം ഈ നമ്മുടെ ദീർഘതമസ് കണ്ണു കാണില്ല, അദ്ദേഹം സുരഭിയുടെ ഉപദേശപ്രകാരം ഗോധർമ്മം അനുഷ്ഠിക്കാൻ തുടങ്ങി. ഈ ഗോധർമ്മം എന്ന് പറഞ്ഞാൽ കാളെ പോലെ പരസ്യമായിട്ട് മൈഥുനം ചെയ്യുക, സ്ത്രീകളായിട്ട് ബന്ധപ്പെടുക, അതാണ് പരസ്യമായിട്ട് ശൃംഗരിക്കുക, ഭോഗിക്കുക സ്ത്രീകളെ. ആര്യം ഇയാൾ വേദപണ്ഡിതനും അയാൾക്ക് കണ്ണും കാണില്ല, ഇയാളുടെ ഏർപ്പാട് ഇതാ. മഹർഷിമാർക്കൊക്കെ ദേഷ്യം വന്നു, ഇയാളെ ഇവിടുന്ന് ഓടിക്കണം, ആശ്രമത്തിൽ ഇവിടെ പറ്റില്ല. അവസാനം പ്രദ്വേഷി ഭാര്യയ്ക്കും ദേഷ്യം വന്നു, നിങ്ങളെന്തേ കാണിക്കണേ? അതെ, ഭാര്യ എന്ന് പ്രദ്വേഷി നമ്മുടെ ഈ ദീർഘതമസ്സിനോട് പറയുക, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഞാനാണ് ഇപ്പം നിങ്ങൾക്ക് ചിലവിന് തരണേ, അതുകൊണ്ട് എനിക്ക് ഇനി നിങ്ങൾക്ക് ചിലവിന് തരാൻ പറ്റില്ല, നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കുക. അപ്പോൾ ദീർഘതമസ് ഒരു നിശ്ചയം വെച്ചു. എന്തെന്ന്? അതിന് ദേഷ്യം വന്നു. നിന്നെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ആരെ? ഭർത്താവ് ഭാര്യയോട്. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുക, നിങ്ങളെ നോക്കാൻ എന്നെ കൊണ്ടും പറ്റില്ല, ഞാൻ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ദീർഘതമസ് ഒരു നിശ്ചയം വെച്ചു. ഇന്ന് മുതൽ, അദ്ദേഹം മുനിയാണ്, സ്ത്രീകൾക്ക് ഒരു ഭർത്താവേ പാടുള്ളൂ. ഭർത്താവ് മരിച്ചാലും മരിച്ചില്ലെങ്കിലും വേറൊരു പുരുഷനായിട്ടൊരു സ്ത്രീ ബന്ധപ്പെട്ടാൽ അവൾക്ക് നരകം വരും എന്ന് പറഞ്ഞ് അദ്ദേഹം ശപിച്ചു.